ഞാൻ ചന്ദനമൊക്കെ തൊട്ടേക്കൊണ്ട് ദൈവവിശ്വാസിയാണല്ലോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞാൽ അതേ ദൈവവിശ്വാസിയാണ്. ദൈവം ഉണ്ടോന്ന് ചോദിച്ചു. അമ്മ ഉണ്ടെന്ന് പറഞ്ഞു. തെളിയിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ ചേട്ടൻ്റെ അച്ഛൻ്റെ പേരെന്താന്ന് ചോദിച്ചു. അപ്പൊ ഭാർഗവൻ എന്ന് പറഞ്ഞു. ആ അച്ഛൻ്റെ പേരെന്താന്ന്, അതിന്റെ അച്ഛൻ്റെ പേരെന്താന്ന് ചോദിച്ചു. അപ്പൊ വേറൊരു പേര് അതിന്റെ അച്ഛൻ്റെ പേരെന്താന്ന് ചോദിച്ചു. അതെനിക്കറിയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഒരാളുണ്ടായിരുന്നെന്ന് പറഞ്ഞു. ഉണ്ടായിരുന്നു, തെളിയിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അങ്ങനെ പറഞ്ഞ പുള്ളി അവസാനം ഇത് കഴിഞ്ഞ പുള്ളിക്കാരൻ എന്നെ പോന്നിട്ട് താനെന്താ വർത്താനം. നല്ല വിശ്വാസം കൊണ്ട് നമ്മൾ ക്ഷേത്രത്തിൽ പോയിട്ട് ആ കുത്തിവെച്ച് അങ്ങനെ വിഗ്രഹം നോക്കിയിട്ട് അല്ലെങ്കിൽ ഇതിന്റെ ഉള്ളിൽ നമ്മളൊരു പവർ കാണുന്നുണ്ട്. അത് എല്ലാത്തിലും ഉണ്ട്. അതാ പറഞ്ഞ അത് നമ്മള് ഹിന്ദുക്കൾ ഇങ്ങനെ, ക്രിസ്ത്യൻസ് അങ്ങനെ, മുസ്ലിംസ് ഓരോ മതക്കാരും അതിന്റെ അത് കാണുന്നു. എല്ലാ പള്ളിയിലും പോകും. കാഞ്ഞിരൂറ്റം പള്ളിയിൽ പോകും, വേളാങ്കണ്ണി പോകും. ഞാൻ ഈ മുട്ടിലേഴയുള്ള നേർച്ചയുണ്ട് ഞങ്ങൾക്ക് വേളാങ്കണ്ണിയിൽ. രണ്ടുപേർക്കും ഞാൻ മുട്ടടിച്ചില്ലേ, പഴനി പോയി മുട്ടയടിച്ചു. ഇതൊക്കെ ഉറങ്ങാൻ കിടക്കുമ്പോഴാണ് തോണ്ടി വിളിച്ചിട്ട് തല പോകും. ഞാൻ പറഞ്ഞ എന്താ കാര്യം, ഞാൻ മുട്ട അടിക്കാൻ പോകുന്നു. ഞാൻ നേരം വെളുത്തിട്ട് പോരെ, അതല്ല പഴനി പോയി മുട്ട അടിക്കാൻ പോകുന്നു. അപ്പൊ അത് തീരുമാനിച്ച് പോയി മുട്ട അടിച്ചു. പഴനി പോണോന്ന് പറഞ്ഞപ്പോ തന്നെ മുട്ടടിക്കണോന്നൊരു തോന്നൽ വന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, ഞാനൊന്ന് മുട്ടടിച്ചോട്ടെ. അത് നാളെ നേരം വെളുത്തിട്ട് പോരെ മുട്ടടിക്കുന്നു. ഞാൻ അതല്ല പഴനി പോകുമ്പോഴാന്ന് പറഞ്ഞു. അങ്ങനെ ആഗ്രഹം ഉണ്ടെങ്കിൽ മുട്ട അടിച്ചോളാൻ പറഞ്ഞു. ഒന്നും നോക്കിയില്ല. അത് മുട്ട അടിച്ചിട്ട് ഇന്നലെ തിരുവാതിര ആയിരുന്നു ഇവിടെ. ഞാനപ്പോ ഇതും വെച്ചിട്ട് തിരുവാതിര കളിക്കാൻ പറ്റില്ല. അപ്പൊ ഞാൻ നമ്മുടെ മേക്കപ്പ് ബ്രദറും കൂടിയാ അനീഷിനെ വിളിച്ചിട്ട് പറഞ്ഞു, സുമേഷിനെ വിളിച്ചിട്ട് പറഞ്ഞു വന്ന് മേക്കപ്പ് ചെയ്യണം, വിഗ് വെച്ച് കൊടുക്കണം തോന്നി. വിഗൊക്കെ സെറ്റ് ചെയ്ത്. അപ്പൊ വിഗ് വെക്കാൻ വന്ന ഒരു ഹെയറിന്റെ കുട്ടിയുണ്ടായിരുന്നു. അപ്പൊ ഈ സ്ലൈഡ് കുത്തണ പോലെ ഇപ്പൊ ആളി ഇങ്ങനെ പോവുക. എന്ത് പറ്റി, എനിക്ക് വയ്യെന്ന് പറഞ്ഞാൽ ആ കസേരയിട്ട് കിടന്ന് കുറച്ച് കഴിയുമ്പോ പിന്നെ ചെയ്യാന്ന് പറഞ്ഞ പിന്നെ ചെയ്തിട്ട് പിന്നെയും വയ്യാണ്ടാണ്. ഞാൻ ചോദിച്ചു എന്താ പറ്റിയത്. അപ്പൊ ഭക്ഷണം കഴിച്ചിട്ടില്ല. അപ്പൊ ഞാൻ അപ്പൊ തന്നെ ചോദിച്ചു, ഇത് ഇന്ന് മാത്രമല്ല ഇന്നലെയും കഴിച്ചിട്ടില്ല. അപ്പൊ ചോദിച്ചപ്പോ ഇന്നലെയും കഴിച്ചിട്ടില്ല. അപ്പൊ എങ്ങനെ വന്നിട്ട് ഇവിടെ കിടക്കും എങ്ങനെ. ഞാൻ നോക്കുമ്പോ ഇസഡ് പോലെ കിടക്കുന്നുണ്ട് ഇവിടെ. അപ്പൊ ഞാൻ ചോദിച്ചു എന്താ പറ്റി. ഞാനിപ്പോ ഇന്നലെ രാത്രി ഭക്ഷണം കഴിച്ചിട്ടില്ല. ഞാൻ പറയും ഈ രൂപം കണ്ട 1 മാസമായിട്ട് അല്ലെങ്കിൽ 2 വർഷമായിട്ട് കഴിക്കാത്ത ആളെ പോലെ ജീവിതമേ ഇല്ല. എന്നിട്ട് അദ്ദേഹത്തെ കൊണ്ട് ഇന്നലെ ഇവിടുന്ന് ഹോസ്പിറ്റലിൽ പോയി സുമേഷ്. ഞാൻ വിചാരിച്ചു ദൈവമേ ഞാൻ വിഗ് ഇല്ലാണ്ട് പോയി പകുതി വെച്ചിട്ട് അവിടെയാണ് 10 മണിക്ക് താഴെ ചെല്ലും ചെയ്യണം. അപ്പൊ എനിക്ക് തന്ന് ഭംഗിയാക്കി നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം കൊടുത്താൽ വെള്ളം ഇങ്ങോട്ട് കൊണ്ടല്ലേ കുടിക്കണത്. പുള്ളിക്കാരത്തേക്ക് വയ്യാണ്ട് ഗ്ലാസിന്റെ അടുത്തേക്ക് അങ്ങനെ ആയി. അപ്പൊ നമ്മൾ കിടന്നോളാൻ പറഞ്ഞു. എന്നിട്ട് പിന്നെ തിരുവാതിര തുടങ്ങി. തിരുവാതിര കളിക്കുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചു നിൽക്കേ, എല്ലാവർക്കും 1-2 മുദ്രയുള്ളൂ. രശ്മിക്ക് വേറെ 2 മുദ്രയും കൂടി ഉണ്ട്. ഈ വിഗും ശ്രദ്ധിക്കണമല്ലോ. എന്നാലും രശ്മി ചേച്ചി നന്നായിട്ട് മനസ്സ് നിറഞ്ഞങ്ങ് തിരുവാതിര കളിച്ചു ഇപ്രാവശ്യം ഫ്ലാറ്റില് ആഘോഷിച്ചു. അതെ, കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വന്നപ്പോ വൈകി പോയി. അപ്പൊ അവര് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, പ്രാക്ടീസ് ഒക്കെ കഴിഞ്ഞ് എല്ലാം സെറ്റ് ആയിരുന്നു. ഈ പ്രാവശ്യം ഞാൻ അവിടെ ചെന്ന് കണ്ട് അവരോട് പറഞ്ഞു ഞാൻ മുട്ടയാണ്, മുട്ടച്ചിയാണ്, എന്നെ ഞാൻ കളിക്കണില്ല എന്ന് പറഞ്ഞപ്പോ അവർക്ക് നിർബന്ധം. കളിച്ചാലേ പറ്റുള്ളൂ, ഒരാളുടെ കുറവുണ്ട്, രശ്മി വരണോന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ കളിച്ചു കണ്ടു. ഓക്കെ. ഇനി ഞാൻ വേറെയും കേട്ടിട്ടുണ്ട്, നമ്മുടെ ഈ വെള്ളപ്പൊക്കത്തിന്റെ സമയത്ത് നമ്മുടെ കേരളത്തിൽ അന്ന് കുറേ പേര് സഫർ ചെയ്തവരുണ്ട്. അല്ല അങ്ങനെയല്ല, പക്ഷെ അതല്ല ഷായിച്ചേട്ടാ, ഇതിങ്ങനത്തെ നല്ല കാര്യങ്ങൾ നമ്മൾ എത്തിച്ചേ പറ്റൂ. അതുകൊണ്ട് തന്നെയാണ് നമ്മള് ഇത് എന്താ പറയാ, ഷായിച്ചേട്ടൻ ചെയ്തതെല്ലാം ഷായിച്ചേട്ടൻ ഞങ്ങളെ വിളിച്ചു വരുത്തിട്ട് വന്ന് എനിക്ക് ഞാൻ ചെയ്ത കുറച്ച് നല്ല കാര്യങ്ങൾ പറയാണ്ട്. ഒരിക്കലും നിങ്ങൾ ആരും അങ്ങനെ വിചാരിക്കരുത്. ഇത് അങ്ങനെയല്ല. ഞങ്ങൾ തന്നെ ഷായിച്ചേട്ടൻ്റെ അടുത്ത് പോയിട്ട് ഇതേ ഞാൻ തന്നെ ചോദിച്ചിറങ്ങി. കാരണം ഞാൻ നമ്മുടെ ഈ സമൂഹത്തിൽ ഇങ്ങനെ കുറെ ചീത്ത കാര്യങ്ങളൊക്കെ വളരെ പെട്ടെന്ന് സ്പ്രെഡ് ആവുന്നുണ്ട്. നമ്മൾ ആരും ആഗ്രഹിച്ചില്ലെങ്കിലും അത് വേണ്ടാത്ത വഴി കൂടി എല്ലാം യാത്ര ചെയ്ത് അത് നിറഞ്ഞ് പെട്ടെന്ന് കയറി വൈറലാവും. പക്ഷെ ഇത്തരത്തിലുള്ള നല്ല കാര്യങ്ങൾ അത് എത്തിപ്പെടേണ്ടത് തന്നെയാണ്. അതല്ലടാ, ഇതിനു മുന്നേ നമ്മൾ ഈ ഒരു വെള്ളപ്പൊക്കത്തിന്റെ കാര്യങ്ങളും നമ്മൾ ചെയ്ത കാര്യങ്ങളൊക്കെ പല ഇന്റർവ്യൂകളും അറിഞ്ഞിട്ട് ഇങ്ങനെ ചോദിക്കുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതൊന്നും ആരും, എനിക്ക് തോന്നണമെന്ന് ആരും കേൾക്കാത്ത കൊണ്ടാണ്, ഈ ഒരു സംഭവം അറിഞ്ഞത് കൊണ്ടാണ്. ഇത് ഇങ്ങനെ ഞാനങ്ങനെ നോർമലി പറഞ്ഞതാ. പക്ഷെ ഇപ്പൊ പറഞ്ഞില്ലേ നിങ്ങൾ, ഇതറിഞ്ഞിട്ട് എന്റെ അടുത്ത് വന്നേക്കണേ ഇപ്പൊ. അപ്പൊ ഇത് ഞാൻ പാലക്കാട്, ഇത് കഴിഞ്ഞിട്ട് പാലക്കാട് അവർ ഓണം ആഘോഷിക്കാനായിട്ട് അവിടുത്തെ എല്ലാവരും ഈ വീടുകളും ഇതൊക്കെ നഷ്ടപ്പെട്ടവരെ നോക്കിപ്പോയത്. എൻ്റെ ഒരു സുഹൃത്തുണ്ട് ഇവിടെ വൈറ്റില പാലത്തിന്റെ അടുത്തൊരു ഹോട്ടൽ നടത്തുന്നുണ്ട്. അപ്പൊ ആ ഹോട്ടലിന്റെ ഓണർ ഒരു ദിവസത്തെ ഭക്ഷണത്തിന്റെ പൈസ അവർക്ക് കൊടുക്കാനായിരുന്നു. അപ്പൊ അങ്ങനെ ഞങ്ങളൊക്കെ കൂടി പോയി വിളമ്പി കൊടുക്കുകയൊക്കെ ചെയ്ത് വയനാട്ടില്. അപ്പൊ അവിടെ ചെന്ന് കൊടുത്ത എവിടെയെന്നറിയാമോ, അവിടുത്തെ ജീപ്പ് ഡ്രൈവർമാരില്ലേ, ഇത്രയും നാൾ ഇവർക്ക് വേണ്ടി ഓടി നടന്ന ജീപ്പ് ഡ്രൈവർമാരാണ്. പക്ഷെ അവർക്ക് വർക്കില്ല. കാരണം അവർക്ക് അവിടെ എല്ലാം പോയി, അങ്ങോട്ടുള്ള വർക്കില്ല. അവർക്ക് കൊണ്ടുപോയിട്ട് 100 പേർക്ക് ഞങ്ങൾ കൊണ്ടുപോയിട്ട് ഓണം ആഘോഷിക്കാനുള്ള സാമ്പത്തിക സഹായം ചെയ്തിട്ട് പിന്നെ ഞാൻ തിരിച്ചു വന്നോളൂ.
അപ്പൊ ഇത് പല കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പൊ അവിടെ ചെന്നിട്ട് ഞാൻ പറയും നിങ്ങൾ വീഡിയോ എടുക്കണം എന്തിനാണെന്ന്. അപ്പൊ അല്ല ഞങ്ങളുടെ സംഘടനയ്ക്ക് വേണ്ടിയാണ്. ഓക്കെ എടുത്തു. ഇതിപ്പോ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞത് ഒരു ടോക്കിൽ വന്ന ഇത് കൊണ്ടിട്ട് പറഞ്ഞതാണ്. മനസ്സിലായി. കലാകാരന്മാർ സമൂഹത്തിനൊന്നും ചെയ്യുന്നില്ല, അല്ല ആ ഒരു രീതിയിലുള്ള ഇപ്പൊ ഈ അവസ്ഥ വെച്ചിട്ട് അങ്ങനെ ഒരു ടോക്ക് വന്നപ്പോ ഇങ്ങനെ പറഞ്ഞു പോയതാണ്. അല്ല അതുകൊണ്ട് തന്നെ ചോദിക്കുന്നത്, ഇപ്പം ആ ഫ്ലഡിന്റെ സമയത്താണെങ്കിലും അന്നും ഈ വീട്ടിൽ നിന്ന് തന്നെയായിരുന്നു അല്ലേ? നിങ്ങള് വീട്ടിലായിരുന്നു, ഈ വീടിന്റെ പോർച്ചിലായിരുന്നു ഞങ്ങള് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി. ഇന്ന് ഈ ശ്രീ വിനായകത്തിൽ താമസിക്കുന്നത് ആരാ? ഇത്ര ഐശ്വര്യമുള്ള ഈ ഒരു വീട്, ഇത്ര നല്ല മനസ്സുള്ള ഒരു വീട്, ആ വീട്ടില് ഇന്നിപ്പോ ആരാ? അത് ഒരു പേരൊക്കെ മറന്നുപോയി. വേറെ ആൾക്കാർ അവര് താമസിക്കുന്നുണ്ട് അല്ലെ? കാരണം ഈ വീട് പല നല്ല കാര്യങ്ങൾക്കും മുഹൂർത്തം ഇതാക്കിയ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കിയ നല്ലൊരു ഇതാണ്. ശ്രീ വിനായകത്തിൽ വെച്ചിട്ടാണ് 2018 വെള്ളപ്പൊക്കം വന്ന സമയത്ത് നമ്മുടെ ഈ രശ്മി ചേച്ചി ഉൾപ്പെടെ ഇവരെല്ലാവരും കുറെ പേർക്ക് ഭക്ഷണം അവിടെ കുക്ക് ചെയ്ത് അല്ലേ? ആ കഥയും കൂടെ ഒന്ന് പറയൂ, ഈ വീട്ടിൽ വെച്ച് നടത്തിയ കഥ. രാവിലെ നമ്മള് വീട്ടിലെ കിച്ചണിന്റെ ഫോട്ടോ ഉണ്ടാവില്ലേ? കിച്ചണിന്റെ ഫോട്ടോ ഉണ്ട്, പക്ഷെ ഞങ്ങൾ പുറത്ത് കിച്ചൺ ഉണ്ടാക്കി. ബാൽക്കൺ ഇവിടെ കാർ പോർച്ച് ഉണ്ടായിരുന്നു, അവിടെ ആയിരുന്നു നമ്മള് അവർക്കുള്ള ഫുഡൊക്കെ റെഡിയാക്കി. ഉച്ചക്കത്തെ ഭക്ഷണം ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി, രാവിലത്തെ ഭക്ഷണം വേറെ സ്ഥലത്തേക്ക് കൊണ്ടുപോകും, വൈകിട്ട് വേറെ സ്ഥലത്തേക്ക് കൊണ്ടുപോകും. അങ്ങനെയുള്ള പരിപാടികളായിരുന്നു. അപ്പൊ ചേട്ടായിയുടെ പേരിലൊരു ഗ്രൂപ്പ് ഉണ്ട്, സമരിയ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതിലത്തെ ഞങ്ങളുടെ കുറച്ച് സുഹൃത്തുക്കളും എല്ലാവരും ഉണ്ട്. കുക്കിങ്ങിന് എല്ലാവരും എത്തും. അല്ല അവരോട് ആരും ഞാൻ പൈസ ഒന്നും മേടിക്കില്ല, സാധനങ്ങൾ മേടിക്കാൻ. എന്റെ ഫാമിലി പിന്നെ ഞങ്ങളുടെ ഫ്രണ്ട്സ് ഇതിലുണ്ടായിരുന്ന കുറച്ച് പേര്, ഇവരെല്ലാരും കൂടി വന്നിട്ട് ഞങ്ങൾ രാവിലെ തുടങ്ങും പാചകം. വീട്ടില് പാചകം, രാവിലത്തെ ഫുഡ് ഉണ്ടാക്കും, ഉച്ചക്കത്തെ ഉണ്ടാക്കും. ഏതൊക്കെ നിങ്ങൾ ഓരോ സ്ഥലങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കും. അങ്ങനെ നമ്മൾ ഏലൂര് ഒരു സ്ഥലത്ത് പോയി, അവിടെ സ്കൂളിൽ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കാണ് സിൻഡായന് മറ്റേ വയ്യാത്ത. അപ്പൊ ഞങ്ങൾ ചെല്ലുമ്പോ മോളില് ഇവര് താമസിക്കണം, താഴ്ത്തു തന്നെ ടോയ്ലറ്റിൽ പോകാൻ. അതെന്റെ ബ്രദറിന്റെ കൂടെ പഠിച്ച ഒരു ഫ്രണ്ട് ഉണ്ട്, സിൻരാജ് എന്ന് പറഞ്ഞിട്ട്. അവരുടെ ഫാമിലി ടീം. അപ്പൊ ഞങ്ങളോട് ചെന്നപ്പോഴത്തേക്ക് അവര് പറഞ്ഞു ഇങ്ങനെ ഈ ആള് താഴ്ത്തു തന്നെ ടോയ്ലറ്റിൽ പോകണമെങ്കിൽ ഇത്ര പൂർണ്ണ ഗർഭിണിയായിട്ടിരിക്കുന്ന ആള്. അപ്പൊ പറഞ്ഞ എത്ര പേരും 5 പേരുണ്ടാവും. അപ്പൊ 5 പേരും വണ്ടിക്ക് ആയിരിക്കും നമ്മുടെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. ഞങ്ങൾ നേരെ ഇങ്ങോട്ട് പോകുന്നു. അങ്ങനെ ഈ വീട്ടിലേക്ക് കൊണ്ടുവന്നു. ഇവിടെ കൊണ്ടുവന്നു. ഇവിടെ 2 ദിവസം ഉണ്ടായിരുന്നു എല്ലാവരും. അവര് 2-3 ദിവസം ആ ഗർഭിണി പെണ്ണും അവരുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളുടെ ഫ്രണ്ട് കുറച്ചു ദിവസം ഉണ്ടായിരുന്നു. ഫാമിലി ആയിട്ട് അവരും കൂടെ നിന്ന് ഞങ്ങൾ ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയിട്ട് ആ ക്യാമ്പിലേക്ക് രാവിലെ പച്ചക്കറി കറിയോ അവര് ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ അടുത്ത ക്യാമ്പിലേക്ക് കൊണ്ടുപോകും. അപ്പൊ അങ്ങനെ വേറൊരു സ്ഥലത്ത് ചെന്നപ്പോഴത്തേക്കാണ് അവര് എല്ലാം ഡ്രസ്സ് കൊണ്ടുപോയി. അന്ന് കുറെ ഡ്രസ്സ് കൊണ്ടുപോയി കൊടുത്തു. അപ്പൊ എന്റെ ജയകൃഷ്ണൻ കൂട്ടാറുണ്ട്, അവിടുന്ന് ഇങ്ങനെ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ജയകൃഷ്ണൻ പറഞ്ഞ ഫ്രണ്ട് ഉണ്ട്. അപ്പൊ നമ്മൾ അപ്പോഴും നോക്കണ ഈ ലേഡീസിനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഐറ്റങ്ങളായിരുന്നു കുറെ നമുക്ക് അന്ന് വന്നല്ലേ. അപ്പൊ ഇത് കൊണ്ടവരടുത്ത് കൊടുത്തു കഴിഞ്ഞെങ്കിൽ എല്ലാം കൊടുത്തു. ഞങ്ങൾ പനങ്ങാട് ഈ വീട്ടിലായിരുന്നല്ലോ, ആ അറ്റത്തുനിന്നുള്ള എല്ലാ കടകളിലും ഞങ്ങൾ കേറിയിട്ട് അവർക്ക് വേണ്ട ഇന്നർവേഴ്സും പാഡ് അതുപോലുള്ള സാധനങ്ങളൊക്കെ കട കാലിയാക്കി ഓരോ സ്ഥലത്തുനിന്ന് മേടിച്ച് ഞങ്ങൾ അങ്ങ് പോകുന്നത്. അപ്പൊ അണ്ടർസ്കേർട്ട് വാങ്ങിച്ചത്, അത് ഏറ്റവും വാങ്ങിച്ചത്. അല്ല അവർക്ക് അത്യാവശ്യം വേണ്ട അതാണെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ താമസിക്കുന്നിടത്തുനിന്ന് ഹൈവേ വരെയുള്ള എല്ലാ കടയിൽ നിന്നും കയറി മൊത്തത്തിൽ മേടിച്ചു ഞങ്ങൾ. അങ്ങനെ കൊണ്ടു കൊടുത്തു കഴിഞ്ഞിട്ട് ഡ്രസ്സൊക്കെ മേടിച്ച് നമ്മള് പുറത്തുനിന്നായിട്ടേ. അതിന്റെ കഥ പറയാനായിട്ടല്ലേ, സ്കേർട്ട് ഇന്നർ അതൊക്കെ വാങ്ങിയിട്ട് ഞങ്ങള് സ്ഥലത്ത് കൊടുത്ത് എല്ലാവർക്കും കൊടുത്തു. അപ്പൊ വരുമ്പോ തന്നെ എല്ലാവരും വരുമല്ലോ, എല്ലാവർക്കും കൊടുത്ത് ഞങ്ങള് തിരിച്ച് എല്ലാവരോടും പറഞ്ഞിട്ട് ഞങ്ങള് പോരുമ്പോ ഞാൻ ചേട്ടായി നിന്നപ്പോ ആരൊക്കെയോ വന്ന് ഫോട്ടോ എടുക്കാനൊക്കെ ചേട്ടൻ്റെ അടുത്ത് നിൽക്കും. അപ്പൊ ജനലുമ്പോ കൂടെ ഒരു കൈ ഇങ്ങനെ മാന്ത ചേട്ടരുത് മാന്തി പറയാം, അതെ എനിക്ക് ഈ പാവാട വേണ്ട, ഇതെന്റെ സാരിക്ക് കാച്ചൽ. അല്ല ഇതിലെന്താന്നറിയാമോ, സത്യം അല്ല അമ്മ നിഷ്കളങ്കമായിട്ട് പറഞ്ഞാണ് അവര്. അല്ലാണ്ട് അവര് ഫ്രണ്ട്ലി ആയി അവരടുത്ത് ചെന്നിട്ടേ അവിടെ ചെന്ന് അവരെ കെട്ടിപ്പിടിച്ച് വർത്താനം പറയും. അവരോട് ഞങ്ങൾ കൊണ്ടുപോകണം, ഞങ്ങളും കൂടി കഴിച്ചു, അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പൊ അത്ര ഫ്രണ്ട്ലി ആയി. അതിന്റെ പേരിൽ വന്നു എനിക്കിത് എന്റെ സാരിക്ക് ഒന്ന് മാറ്റി തരുമോ, അടുത്ത പ്രാവശ്യം വരട്ടെ അപ്പൊ നമ്മള് കൊണ്ടുതരാന്ന്. പക്ഷെ പിന്നെ വന്നപ്പോ അവരുണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ വേറെ ഒന്ന് ചോദിക്കട്ടെ, ഇപ്പൊ ഷായിച്ചേട്ടനും രശ്മി ചേച്ചിയും ഇപ്പം എല്ലാവരും അറിഞ്ഞില്ലേലും നിങ്ങളുടെ ഈ പറയുന്ന കുറെ പേർക്ക് അറിയാം, നിങ്ങൾ ഒന്ന് വാതിലിൽ മുട്ടിയാൽ അപ്പം തുറക്കുന്ന ആൾക്കാരാണ്, നിങ്ങൾ ഇങ്ങനെ സഹായിക്കുന്ന ആൾക്കാരാണെന്ന്. എപ്പോഴെങ്കിലും നിങ്ങൾക്ക് അത് നിങ്ങളെ യൂട്ടിലൈസ് ചെയ്യുകയാണെന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? അത് യൂട്ടിലൈസ് ചെയ്താലും ഞങ്ങൾക്ക് തോന്നൂല. കാരണം ഞങ്ങൾ അവരോട് ഒന്നും പ്രതീക്ഷിച്ചിട്ടല്ല ഇത് ചെയ്യണത്.
അതെ. ആർക്ക് ചെയ്യുമ്പോഴും. അപ്പൊ നമ്മളിങ്ങനെ എന്തെങ്കിലും പ്രതീക്ഷിച്ചിട്ട് ചെയ്യുമ്പോഴാണ് അവരുടെ ഭാഗത്ത് നിന്ന് നമ്മളോട് ഇങ്ങനെ കാണിച്ചില്ലല്ലോ, അല്ല അവരെ നമ്മളെ കാണുമ്പോൾ ഇങ്ങനെ ആവണം, അങ്ങനെയൊക്കെ നമ്മൾ മനസ്സിൽ ചിന്ത വെച്ചാലേ നമുക്ക് അങ്ങനെ വിഷമം ഉണ്ടാവുള്ളൂ. നമ്മൾ ചെയ്യാനുള്ള ചെയ്തത് അവർ, ബാക്കി അവരുടെ ലോകം. ചില ആൾക്കാർക്ക് ഇങ്ങനെ ഫണ്ട് കിട്ടിയിട്ട് ആ ഫണ്ട് യൂസ് ചെയ്ത കാര്യങ്ങൾ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് പല സോഷ്യൽ മീഡിയയൊക്കെ പരാതി വരും. ഫണ്ട് നമ്മൾ അവർക്ക് എന്തിനാ കൊടുത്തത്? അവർക്ക് യൂസ് ചെയ്യാനാ, അവരെങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കട്ടെ. ആ പാർട്ട് അവിടെ കഴിഞ്ഞു. തന്റെ വീട് വിറ്റിട്ട് വേറൊരാൾക്ക് വീട് വെച്ച് കൊടുത്ത ആളാണ് ഞാൻ. 15 വർഷം വാടകയ്ക്ക് താമസിച്ചിട്ടാണ് ഞാൻ വീട് വെച്ചത്. ആ വീട് വിറ്റ് 10 ലക്ഷത്തിന് മേലെ മുടക്കി വേറൊരാൾക്ക് വീട് വെച്ച് കൊടുത്തു. പുള്ളി ഒരു ക്യാൻസർ രോഗിയാണ്. ഒരു നേരത്തെ മരുന്ന് വാങ്ങിത്തരണമെന്ന് വിളിച്ചപ്പോൾ ഞാനും ഭാര്യയും കൂടി അവരുടെ വീട്ടിൽ പോയതാണ്. ഫ്ലക്സ് മേൽക്കൂരയാക്കിയ വീട്ടിൽ ഫ്ലക്സ് വിരിച്ചാണ് രോഗി കിടക്കുന്നത്. ഞങ്ങൾ കട്ടിൽ വാങ്ങിക്കൊണ്ട് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ കട്ടിൽ വാങ്ങാൻ പോകുമ്പോൾ ഭാര്യ പറഞ്ഞു, നമുക്കൊരു കുഞ്ഞു വീട് വെച്ച് കൊടുക്കാമെന്ന്. കാരണം +1-നും +2-നും പഠിക്കുന്ന 2 പെൺമക്കളാണ് ആ വീട്ടിലുള്ളത്. പുലർച്ചെ 4 മണിക്കോ 3 മണിക്കോ എഴുന്നേറ്റ് പറമ്പിൽ പോകും അവർ. ബാത്റൂമിൽ പോകാൻ വൈകുന്നേരമാണെങ്കിൽ എല്ലാവരും ഉറങ്ങിയ ശേഷവും. അങ്ങനെയാണ് വീട് വെച്ച് കൊടുക്കാമെന്ന് തീരുമാനിക്കുന്നത്. ഒടുവിൽ നാട്ടുകാരൊക്കെ വന്ന് വലിയ വീട് വെച്ച് കൊടുക്കാം എന്നൊക്കെ പറഞ്ഞു. എന്നാൽ ഫസ്റ്റ് കല്ലിടലിന്റെ അന്ന് ആൾക്കാർ വന്നതാണ്, പിന്നെ ആരും വന്നില്ല. ഒടുവിൽ ഞാൻ തന്നെ നിന്ന് വീട് പണിതു. 2 മുറികളും അറ്റാച്ച്ഡ് ബാത്റൂം, കിച്ചൺ, വർക്ക് ഏരിയ തുടങ്ങിയ എല്ലാ സൗകര്യമുള്ള നല്ലൊരു വീട് അവർക്ക് വെച്ചു കൊടുത്തു. ആ കുഞ്ഞുങ്ങൾ ഇപ്പോഴും വിളിക്കാറുണ്ട്. ഞാനിപ്പോൾ വാടകയ്ക്കാണ് താമസിക്കുന്നത്. എന്റെയും ഭാര്യയുടെയും സന്തോഷമാണ് ഞങ്ങളുടെ ജീവിതം. അടുത്തൊരു സ്ഥലം വാങ്ങി വീട് വെച്ചിട്ട് ആരാരുമില്ലാത്ത അമ്മമാരെ ഞങ്ങൾക്കൊപ്പം താമസിപ്പിക്കുക എന്നതാണ് ഭാര്യയുടെ ഇപ്പോഴത്തെ പ്ലാൻ.